ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ ഏറ്റവും വലിയ പോരായ്മയാണ് അവയ്ക്ക് ലിക്വിഡിറ്റി തീരെ കുറവാണ് എന്നുള്ളത്. നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ പണം നിക്ഷേപിച്ചിട്ട് കാലാവധിക്ക് മുമ്പ് പിൻവലിച്ചു കഴിഞ്ഞാൽ ഫൈൻ, പെനാൽറ്റി, പലിശ കട്ടാകൽ തുടങ്ങിയ ശിക്ഷകളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നും പാർഷ്യൽ വിഡ്രോവൽ സാധ്യവുമല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 1 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നിക്ഷേപിച്ചു എന്ന് വിചാരിക്കുക. ഇടയ്ക്ക് എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യം വന്നു. എനിക്ക് ആ 10,000 രൂപ ആ FDയിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടി പറ്റത്തില്ല. വേണം എന്ത് ചെയ്തോണം, ആ 1 ലക്ഷം രൂപയുടെ FD മുഴുവനും ക്ലോസ് ചെയ്തോളുക, എന്നിട്ട് 10,000 എടുത്തോളുക, എന്നിട്ട് ബാക്കിയുള്ള 90,000 വേണമെങ്കിൽ എന്ത് ചെയ്തോളുക, വേറെ ഒരു FD ആയിട്ട് ഇട്ടോളുക. ഇതാണ് സംവിധാനം. ATM കാർഡ് ഉപയോഗിച്ച് FDയിലെ പണം പിൻവലിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഗൂഗിൾ പേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും UPI സംവിധാനമൊക്കെ ഉപയോഗിച്ച് FDയിലെ പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. FDയിലെ പണത്തിനു മേൽ ആർക്കെങ്കിലും നമുക്ക് ഒരു ചെക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുമോ? അതുമില്ല. ഇങ്ങനത്തെ പരിപാടികളൊന്നും FDയിൽ ലഭ്യമല്ല. ഇതൊക്കെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ സൗകര്യങ്ങളാണ്. എന്നാൽ മേൽപ്പറഞ്ഞ സംവിധാനങ്ങളൊക്കെ ലഭിക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റുകളുണ്ട്. ഫ്ലെക്സി ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ എന്നാണ് അവ അറിയപ്പെടുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സ്വീപ്പ് ഇൻ അക്കൗണ്ട് സംവിധാനമല്ല ഇത് മറ്റൊരു സംഗതിയാണ്. ഒട്ടുമിക്ക പൊതുമേഖലാ ബാങ്കിലും സ്വകാര്യ മേഖലാ ബാങ്കിലും ഒക്കെ ഈ ഫ്ലെക്സി ഫിക്സഡ് ഡെപ്പോസിറ്റ് സംവിധാനം ലഭ്യമാണ്. ഈ ഒരു സംവിധാനത്തെ പറ്റി ഏറ്റവും വ്യക്തമായി, ഏറ്റവും സിമ്പിളായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ചെറിയ വീഡിയോ പൂർണ്ണമായി കാണുക. നമുക്ക് ഒരു ബാങ്കിൽ ഫ്ലെക്സി ഫിക്സഡ് ഡെപ്പോസിറ്റ് ആരംഭിക്കണമെങ്കിൽ ആ ബാങ്കിൽ നമുക്കൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ഓപ്പൺ ചെയ്യണം. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും ഫിക്സഡ് ഡെപ്പോസിറ്റും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഫ്ലെക്സി ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. സപ്പോസ് നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ 2 ലക്ഷം രൂപ ബാലൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. 5,000 രൂപ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട തരം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണിത്. നമുക്കറിയാം SBI അക്കൗണ്ടിൽ പലിശ തീരെ കുറവാണ്. ഇവിടെ ഏതാണ്ട് 2.5% മാത്രമേ പലിശയുള്ളൂ എന്ന് അങ്ങോട്ട് വിചാരിക്കുക. നമ്മൾ ഈ 2 ലക്ഷത്തിൽ നിന്ന് 1,75,000 രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കാൻ തീരുമാനിക്കുന്നു. എന്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ്? ഫ്ലെക്സി ഫിക്സഡ് ഡെപ്പോസിറ്റ്. അപ്പോൾ നമ്മൾ നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 1,75,000 രൂപ ഫ്ലെക്സി ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് മാറ്റുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ സ്വീപ്പ് ഇൻ അക്കൗണ്ടിലെ പോലെ ഓട്ടോമാറ്റിക് ആയിട്ട് FDയിലേക്ക് പൈസ മാറുമൊന്നുമില്ല. നമ്മൾ തന്നെ മാറ്റണം. നമുക്ക് എത്രയാണോ മാറ്റേണ്ടത് ആ തുക. ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ പല കാലാവധി ഉള്ളതുണ്ട്. കാലാവധിക്ക് അനുസരിച്ച് പലിശയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഏതായാലും 1 വർഷ കാലാവധിയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്കാണ് നമ്മുടെ 1,75,000 റുപ്പീസ് മാറ്റുന്നത്. 8% ലഭിക്കാൻ പോകുന്ന പലിശ എന്നും വിചാരിച്ചേക്കുക. ഇപ്പോൾ നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ എത്ര മാത്രമേ ബാലൻസ് ഉള്ളൂ? 25,000 രൂപ. ബാക്കിയുള്ള 1,75,000 രൂപ എവിടെയാ ഉള്ളത്? ഫിക്സഡ് ഡെപ്പോസിറ്റിൽ. എന്നാൽ നമ്മൾ നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് അവൈലബിൾ എന്ന് കാണിക്കുക 2 ലക്ഷം രൂപയാണ്. അതായത് SBI അക്കൗണ്ടിലെയും FD അക്കൗണ്ടിലെയും കൂടെ കൂട്ടിച്ചേർത്തുള്ള പൈസയാണ് ബാലൻസ് ആയിട്ട് കാണിക്കുക. ഇനി നമുക്കൊരു 50,000 രൂപ അത്യാവശ്യം വന്നു എന്ന് വിചാരിക്കുക. നമ്മുടെ ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് 50,000 രൂപ പിൻവലിക്കാം. ATM കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കാം, ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കാം. നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ 25,000 രൂപ മാത്രമേ ബാലൻസ് ഉള്ളൂ. അതിനകത്തുനിന്ന് 5,000 രൂപ മിനിമം ബാലൻസ് ആയിട്ട് അവിടെ തന്നെ കീപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള 20,000 പൂർണ്ണമായിട്ടും പിൻവലിക്കപ്പെടും. ഇനി എത്രയും കൂടെ വേണം? 50,000 ആകണമെങ്കിൽ 30,000 കൂടെ വേണം അല്ലേ? ആ 30,000 നമ്മുടെ ഫ്ലെക്സി ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നോളും. ഇനി നമ്മുടെ ഫ്ലെക്സി ഫിക്സഡ് ഡെപ്പോസിറ്റിൽ എത്ര രൂപ മാത്രമേ ഉള്ളൂ? 1,75,000 ഉണ്ടായിരുന്നതാ, 30,000 പിൻവലിക്കപ്പെട്ടു. ബാക്കി 1,45,000 രൂപ അവിടെ ഉണ്ട്. അത് അവിടെ തന്നെ ഉണ്ടാകും. അതിന് ഇനി അങ്ങോട്ട് പലിശ കിട്ടുകയും ചെയ്യും. ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ FDയിൽ നിന്ന് പാർഷ്യൽ വിഡ്രോവൽ സാധ്യമായി. അതിനുവേണ്ടി പെനാൽറ്റി ഇല്ല, അതിനുവേണ്ടി ഫൈൻ ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നും വലിയ നഷ്ടമൊന്നും കൂടാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള തുക ഭാഗികമായിട്ട് പിൻവലിക്കാനുള്ള ഒരു സൗകര്യമാണ് ഫ്ലെക്സി ഫിക്സഡ് ഡെപ്പോസിറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഫ്ലെക്സി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓപ്പൺ
ഓപ്പൺ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉള്ള ബാങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഒരുവിധം എല്ലാ ബാങ്കും തന്നെ ഈ സംവിധാനം കൊടുക്കുന്നുണ്ട്. ബ്രാഞ്ചിൽ പോയി വേണമെങ്കിൽ ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മിക്ക ബാങ്കുകളിലെയും കേസിൽ ഓൺലൈനായിട്ട് ഫ്ലെക്സി ഫിക്സഡ് ഡെപ്പോസിറ്റ് ആരംഭിക്കാൻ സാധിക്കുന്നുണ്ട്. ഏതൊരു സംവിധാനത്തിലും ചില പോരായ്മകളൊക്കെ ഉണ്ടാകും. ഫ്ലെക്സി ഫിക്സഡ് ഡെപ്പോസിറ്റിനും ചില പോരായ്മകളൊക്കെ ഉണ്ട്. ഒന്നാമത്തെ സംഗതി ഇതാണ്, ലോവർ ഇൻട്രസ്റ്റ് ഫോർ പാർഷ്യൽ വിഡ്രോവൽ. അതായത് നമ്മൾ നേരത്തെ എന്താ ചെയ്തത്, നമ്മുടെ FDയിൽ എത്ര ഉണ്ടായിരുന്നേ, 1,75,000 രൂപ. അതിൽ നിന്ന് 30,000 നമ്മൾ പാർഷ്യലായിട്ട് പിൻവലിച്ചു അല്ലേ. ആ 30,000-ന് ചെറിയ റേറ്റിലുള്ള പലിശയാണ് മിക്ക ബാങ്കുകളും കൊടുക്കുക. എന്നാൽ ബാക്കിയുള്ള ആ തുകയ്ക്ക് പൂർണ്ണമായിട്ടുള്ള പലിശ കിട്ടുകയും ചെയ്യും. ഇനി മറ്റൊരു പോരായ്മ, ഇത് പോരായ്മയൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എങ്ങനത്തെ ആയിരിക്കണം, സീറോ ബാലൻസ് അക്കൗണ്ട് ഒന്നും പറ്റത്തില്ല. മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട തരത്തിലുള്ള അക്കൗണ്ട് ആയിരിക്കണം നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. അതിൽ മാത്രമേ ഈ സംവിധാനം ലഭിക്കുകയുള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നം, അതൊരു കുഴപ്പം തന്നെയാണ്. നമ്മൾ എന്തിനാ സാധാരണ FDയിൽ പണം നിക്ഷേപിക്കുന്നത്? നമ്മുടെ കുറച്ചു കാലം കഴിയുമ്പോഴത്തെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു തുക ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അല്ലേ. ഇപ്പോൾ 1,00,000 രൂപയുണ്ട്, 2 കൊല്ലം കഴിഞ്ഞ് അതിൻ്റെ ആവശ്യം വരികയുള്ളൂ. അത് ബാങ്കിൽ FD ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ 2 കൊല്ലം കഴിയുമ്പം മുതലും പലിശയും കൂടി ഒരു തുക കയ്യിൽ കിട്ടും. എന്നാൽ ഫ്ലെക്സി FDയിൽ ഈ 1 lakh നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യും, പാർഷ്യലായിട്ട് അതിൽ നിന്ന് പണം പിൻവലിച്ചു എന്ന് വരും. കാരണം പിൻവലിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്ന അതേ ലാഘവത്തോടെ പണം പിൻവലിക്കാൻ വേണ്ടി പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോങ് ടൈം ഗോളുകൾ സാധ്യമാക്കാൻ ഫ്ലെക്സി ഫിക്സഡ് ഡെപ്പോസിറ്റ് അത്ര പോരാ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. വ്യക്തിപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് ചോദിക്കാവുന്നതാണ്. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.